ഇത് ഇപ്പം നമുക്ക് റെയിൽവേ എന്ന് പറയുമ്പോൾ ഭയങ്കര മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലേ? അപ്പോൾ ഇവിടെ സ്പെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്റിനും ഒരേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ല. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ, ലാസ്റ്റ് RRBയുടെ കലണ്ടർ അനുസരിച്ചുള്ള അവസാനത്തെ നോട്ടിഫിക്കേഷനായ നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ലെവൽ 1 എന്നുകൂടി അറിയപ്പെടുന്ന ആ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവാണ്. ഇതിന്റെ ഓൾറെഡി നമ്മുടെ ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞു. ലൈക്ക് എക്സാം വരാൻ പോവാണ്, പഠിച്ചു തുടങ്ങിക്കോ എന്നുള്ള പറയുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ജനുവരിയിലൂടെ നമുക്ക് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ, നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ടഡ് ആണ്. 22,000 വേക്കൻസീസ് ആണ് ഓൾ ഇന്ത്യയിൽ ഉള്ളത്. ഓരോരോ സ്റ്റേറ്റിലേക്കും സോണിലേക്കും വരുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ സ്ഥലത്തും നമുക്കൊരു ഈ പറയുന്ന ഒരു എന്താ പറയുക, ഒരു 800 to 1,200 അടുപ്പിച്ചൊക്കെ ആയിരിക്കും ഓരോരോ സ്റ്റേറ്റിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം വേക്കൻസീസ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ നമുക്ക് 22,000 വേക്കൻസീസ് ആണ് ഓൾ ഇന്ത്യ ഇപ്പം കറന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. മേ ബി നമുക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് കൂടാൻ സാധ്യതയുണ്ട്. ബട്ട് ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാംസ് ഒക്കെ തന്നെ വളരെ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ വർഷവും ഇപ്പം നടക്കുന്നുണ്ട്. നമ്മൾ 2 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2024 തുടക്കത്തിൽ ഒക്കെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു that ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് റെയിൽവേ എക്സാംസ് നമ്മൾ 2023 അവസാനം ഒക്കെ ആയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളിൽ റെയിൽവേയുടെ എക്സാംസ് കറക്റ്റ് ആയിട്ട് നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ 2024 വന്ന കലണ്ടർ അനുസരിച്ചുള്ള എക്സാംസ് ഒക്കെ തന്നെ 2024-25 നടന്നു. അതിനുശേഷം 2024 അവസാനം വന്ന കലണ്ടർ അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇപ്പം 2025 നാളിന്റെ അവസാനം വരുന്ന കലണ്ടർ അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇപ്പം ഈ വർഷം 2025 നമുക്ക് വിളിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാംസ് ഒക്കെ 2026 നമുക്ക് നേരത്തെയൊക്കെ നടന്ന പോലെ തന്നെ നടക്കും. അതേപോലെ അടുത്ത വർഷത്തേക്കുള്ള എന്ന് പറഞ്ഞാൽ 2026-27 റെയിൽവേയുടെ കലണ്ടർ അടക്കം റിലീസ് ചെയ്ത് കഴിഞ്ഞു. അതും നിങ്ങൾക്കറിയാം. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഓൾറെഡി ചാനൽ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെയിൽവേയുടെ എക്സാംസ് എല്ലാ വർഷവും കറക്റ്റായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് അതിന്റെ കലണ്ടർ വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മുടെ റെയിൽവേയുടെ കലണ്ടർ SSCയുടെ കലണ്ടർ വരുന്ന പോലെ തന്നെ ബാങ്കിന്റെ കലണ്ടർ വരുന്ന പോലെ തന്നെ റെയിൽവേയും വളരെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു കലണ്ടർ, എനിക്ക് തോന്നുന്നു ഇപ്പം റെയിൽവേ ആണ് ഏറ്റവും കറക്റ്റായിട്ട് ആ കലണ്ടർ കൊണ്ടുവരുന്നത് എന്ന് തോന്നുന്നു. എല്ലാ ഡിസംബറിലും കറക്റ്റായിട്ട് അവർ ആ കലണ്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കലണ്ടർ അനുസരിച്ച് തന്നെ എക്സാംസ് ഒക്കെ തന്നെ നമുക്ക് നടക്കുന്നുണ്ട്. എന്തെങ്കിലും കേസോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് നമുക്ക് ചില സമയത്തെങ്കിലും ഒരു ചെറിയ ഡിലേ വന്നിട്ടുള്ളത്. ആ ഒരു കേസ് എന്ന് ഉദ്ദേശിച്ചത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി തന്നെയാണ്. കഴിഞ്ഞ വട്ടത്തെ ആ ഒരു 2024 ആ ഒരു പറഞ്ഞ റെയിൽവേയുടെ എക്സാം 2025 ഏറ്റവും അവസാനമായപ്പോഴാണ് നടന്നത്. ഈ ഒരു വർഷം അവസാനമായപ്പോൾ അതിന് റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കേസ് കാരണം, അതിന്റെ ക്വാളിഫിക്കേഷൻ കേസ് കാരണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിന്റെ അടുത്ത വർഷത്തേക്കുള്ള ഈ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരാൻ പോവാണ്. അപ്പം നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല വേക്കൻസിക്കാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയമായി എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ SSC എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു കലണ്ടർ ഒക്കെ വെച്ച് കറക്റ്റായിട്ട് ഈ ഒരു എക്സാംസ്, ഈ ഒരു എക്സാം അല്ല, നമുക്കറിയാം ഇന്ന എക്സാംസ് ഉണ്ട്. സോ ആ ഒരു എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറെ പേരുണ്ട്. അതുപോലെ ബാങ്ക് എക്സാംസ്, നമുക്ക് ബാങ്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ എഗൈൻ കലണ്ടർ വരുന്നതിനനുസരിച്ച് ഇന്ന മാസങ്ങളിൽ ഒരു എക്സാം അല്ല, എഗൈൻ ഇന്ന മാസം ഇതാത് ഈ ഒരു ഓരോരോ എക്സാം ഉണ്ട് എന്ന് നോക്കി വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ റെയിൽവേ ഇപ്പം കറക്റ്റായിട്ട് ആ ഒരു കലണ്ടർ കൊണ്ടുവരുന്നുണ്ട്. റെയിൽവേയുടെ എക്സാംസും അതേപോലെ തന്നെ നോക്കി വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം. അപ്പോൾ ആ ഒരു എക്സാംസിന് വേണ്ടി വളരെ കോൺഫിഡന്റ് ആയിട്ട് വിളിക്കൂ, അല്ലെങ്കിൽ ഇനി എന്ന് വിളിക്കും എന്നൊരു ഡൗട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു ഉറപ്പായിട്ടും വിളിക്കും, ഉറപ്പായിട്ടും എക്സാം നടക്കും. അത് വളരെ കറക്റ്റായിട്ട് തന്നെ എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഇപ്പം നമുക്ക് പലപ്പോഴും എക്സാമിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഇപ്പോൾ SSC എക്സാം നടന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടായിരുന്നു, എക്സാം ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് എക്സാംസിൽ ഇനി കുറേ ചേഞ്ചസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചാനൽസ് വഴി. പക്ഷേ റെയിൽവേ എക്സാംസിലാണെങ്കിൽ നമുക്ക് ആ പറഞ്ഞ ഒരു പാറ്റേണും കാര്യങ്ങളിലൊക്കെ തന്നെ വേറെ ഒരു ഇഷ്യൂസും ഇല്ലാതെ കറക്റ്റായിട്ട് ആ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കലണ്ടർ വരുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു എക്സാംസ് നോട്ടിഫിക്കേഷൻ കലണ്ടർ അനുസരിച്ച് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. കറക്റ്റായിട്ട് ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ആ എക്സാംസ് ഒക്കെ തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഇടയ്ക്ക് വന്നില്ലെങ്കിൽ, ലൈക്ക് ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡിയിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു കേസും അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടത്. പക്ഷേ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് അതിന്റെ റിസൾട്ട്സ് വരുന്നുണ്ട്. ഫസ്റ്റ് എക്സാമിന്റെ റിസൾട്ട് വന്ന സെക്കൻഡ് എക്സാം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലെവൽ നമ്മുടെ ഈ RRB ഗ്രൂപ്പ് ബിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ എക്സാമേ ഉള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് റെയിൽവേ എക്സാംസിൽ നടക്കുന്ന ഏറ്റവും എളുപ്പമുള്ള എക്സാമും അതുപോലെ തന്നെ ഹ്യൂജ് വേക്കൻസിയിൽ വിളിക്കുന്ന എക്സാമും ആണ് നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ലെവൽ 1 എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യം തന്നെ
അപ്പൊ കുറച്ച് പേർക്കെങ്കിലും മേ ബി തോന്നാൻ സാധ്യതയുള്ള കാര്യം ഇതാണ്, നമ്മളുടെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒഫീഷ്യൽ ആ ഒരു ഷോർട്ട് നോട്ടീസ്. നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം വിളിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിനെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. നമ്മുടെ ആ ഒരു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നിങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ 2025 ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ 9/2025 അവസാനത്തെ നോട്ടിഫിക്കേഷൻ ആണിത്. നമ്മുടെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരാനുണ്ടായിരുന്ന അവസാനത്തെ നോട്ടിഫിക്കേഷൻ ആണിത്. അപ്പൊ ആ ഒരു ലെവൽ 1 പോസ്റ്റുകളാണ് ഇതിന്റെ അകത്ത് വരുന്നത്. നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ ലെവൽ 1 തൊട്ട് ലെവൽ 16, 17 വരെ സംതിങ് ആണ് പോകുന്നത്. അപ്പൊ അതിലെ ലെവൽ 1 പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഒഫീഷ്യൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണുള്ളവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ജനുവരിയിലായിരിക്കും മിക്കവാറും നമുക്ക് വരാൻ പോകും. ജനുവരിയിൽ നമുക്കൊരു ഡേറ്റ് ആകുമ്പോഴത്തേനായിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു ഡേറ്റ് അടുപ്പിച്ചായിരിക്കും നമുക്കത് വരുന്നത്. 21-ാം തീയതി തൊട്ടാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ജനുവരി. അപ്പൊ അങ്ങനെയും നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷനും ഏകദേശം അതിന് തൊട്ട് തലേന്നോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള 1-2 ദിവസത്തിന്റെ അകത്തായിരിക്കും നമുക്ക് അത് വരാൻ പോകുന്നത്. ആൻഡ് രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നത് നമ്മുടെ ഫെബ്രുവരി 20-ാം തീയതി വരെയാണ് അതിന്റെ രജിസ്ട്രേഷൻ വരുന്നത്. നമുക്ക് അവിടെ ക്ലിയർലി കാണാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1 ആണ് വരുന്നത്. കുറേ പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ 14 പോസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ വട്ടം വിളിച്ച സമയത്ത് നമുക്ക് 11 പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. ഒരു 3 പോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ കുറെ പേരെങ്കിലും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇവിടുത്തെ വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 22,000 വേക്കൻസീസ് ആണ്. അപ്രോക്സിമേറ്റ്ലി ഇപ്പോഴത്തെ ടെൻറ്റേറ്റീവ് വേക്കൻസി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി വേക്കൻസീസ് കൂടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ മാറാതെ ഇതേ വേക്കൻസി തന്നെ നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് അങ്ങനെ തന്നെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓൾറെഡി നമ്മൾ 2 വർഷം മുമ്പും ഓൾമോസ്റ്റ് 2.5 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 അവസാനമൊക്കെ ആയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ലെവൽ 1 ഏകദേശം ഇപ്പം ഫില്ല് ചെയ്യാതെ കിടക്കുന്ന വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 ലാഖോളം വേക്കൻസീസ് ആണ് ഫില്ല് ചെയ്യാതെ കിടക്കുന്നത്. അന്ന് ആ സമയത്ത് നടന്നൊരു ITRൽ വന്ന ഡീറ്റെയിൽസ് ആയിരുന്നു ഇത്. അതായത് ഏകദേശം 1.25 ലാഖ് വേക്കൻസീസ് ആണ് ഫില്ല് ചെയ്യാതെ കിടക്കുന്നത്. അപ്പൊ അതിൽ ഇപ്പൊ ഓൾമോസ്റ്റ് 32,000 വേക്കൻസീസ് ആണ് ഇപ്പൊ തൊട്ട് മുമ്പ് നടന്ന എക്സാം വെച്ച് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏകദേശം 32,000 വേക്കൻസീസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം പിന്നെയും അവിടെ അറൌണ്ട് 90,000 വേക്കൻസീസോളം ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ അഗൈൻ നമുക്ക് ഇനി അടുത്ത വിളിച്ചേക്കുന്ന 22,000 ആണ് വിളിച്ചേക്കുന്നത്. സോ ഇങ്ങനെ ആ വേക്കൻസീസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഫില്ല് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മേ ബി ഈ പറയുന്ന പോലെ ഇനി വരുന്ന സമയത്ത് നമുക്ക് ഈ വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ട്. ലൈക്ക് അവർക്ക് തോന്നുവാണ് നമുക്ക് നിങ്ങൾക്കറിയാം റെയിൽവേ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സെക്ടറാണ്, ഒരു ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ട്രാവൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആയാലേ നമ്മുടെ കൺട്രി ഓവറോൾ എന്താ പറയുക ഡെവലപ്മെന്റിലേക്ക് വരത്തുള്ളൂ. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ശരി, പബ്ലിക്കിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആയാലും ശരി. സോ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്കറിയാം എടുത്തു പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ കാണുന്നതാണ് നമുക്ക് ഈ പറയുന്ന ട്രെയിൻസിലൊക്കെ വരുന്ന ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വേക്കൻസീസ് ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് കൂട്ടണം എന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അവർ തന്നെ അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ടെൻറ്റേറ്റീവ് വേക്കൻസി ആണെന്നും പറയുന്നുണ്ട്. ശരി, ഇനി ഇപ്പം മാറിയില്ലെങ്കിലും നമുക്ക് ഈ 22,000 വേക്കൻസി ആണ് വിളിച്ചിരിക്കുന്നത്. ആ വേക്കൻസി എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്കറിയാം ഇനി വേക്കൻസീസ് ഇനിയും ഫില്ല് ചെയ്യാനുണ്ട്. അടുത്ത ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനും നമുക്ക് അടുത്ത വർഷത്തേക്ക് വരും എന്നുള്ളത് ക്ലിയർ ആണ്. ബിക്കോസ് ഓൾറെഡി നമ്മുടെ 2026-27 കലണ്ടറും ഇപ്പൊ റെയിൽവേ റീസെന്റ് ഫ്യൂ ഡേയ്സ് ബാക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് അടുത്ത വർഷവും വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി വേക്കൻസി കുറഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വേക്കൻസീസ് എല്ലാ വർഷവും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ റെയിൽവേ എല്ലാ വർഷവും എക്സാം നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഒറ്റയടിക്ക് ഒരു 50,000 വേക്കൻസിക്ക് 60,000 വേക്കൻസിക്കൊക്കെ ഫില്ല് ചെയ്യുവാണെങ്കിൽ പിന്നെ അടുത്ത കുറെ നാളത്തേക്ക് പിന്നെ വിളിക്കാൻ എക്സാമേ ഉണ്ടായിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെച്ച് നമ്മൾ നേരത്തെ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1/3 1/4 വേക്കൻസീസ് ഒക്കെ വെച്ച് അവർ പതുക്കെ അത് ഫില്ല് ചെയ്ത് കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ 32,000 എന്ന് പറയുമ്പോൾ അന്ന് ആ ഒരു 32,000 വിളിച്ചപ്പോൾ ഏകദേശം ഒരു 1/4 ഓഫ് ദ വേക്കൻസിയാണ് ഫില്ല് ചെയ്തത്. ഇനി അതിനുശേഷം ഇപ്പൊ അടുത്ത ഒരു 22,000 ആണ് വിളിച്ചേക്കുന്നത്. അപ്പൊ ഇനി ബാക്കി ഒരു 90,000 ഉണ്ടെങ്കിൽ അതിന്റെ ഏകദേശം ഒരു 1/4 തോളം വേക്കൻസി ആണ് ഇപ്പം വിളിച്ചേക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ക്ലിയർലി അവിടെ വിസിബിൾ ആണ്. ആദ്യം 1,20,000 27,000 വേക്കൻസി ഉണ്ടായിരുന്നു. അതിന്റെ 32,000 വിളിച്ചപ്പോൾ ഏകദേശം അതിന്റെ 1/4 ഫില്ല് ചെയ്തു. ഇനി അടുത്ത വിളിച്ച സമയത്ത് ഇനി ബാക്കിയുള്ള വേക്കൻസിയുടെ ഏകദേശം ഒരു 1/4 ആണ് ഇപ്പം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 90,000 ഒരു ഏകദേശം അപ്രോക്സിമേറ്റ്ലി 90,000 ആ 90,000 അപ്രോക്സിമേറ്റ്ലി ഒരു 1/4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 22,500 വരും. അപ്പൊ ആ 22,000 ആണ് ഇപ്പോൾ ഫില്ല് ചെയ്യുന്നത്. ഇനി അടുത്ത വട്ടം വേക്കൻസി ഇനി കുറവായിരിക്കും. ഇതോടെ ആ എക്സാംസ് കറക്റ്റ് ആയിട്ട് ഇനി മുമ്പോട്ട് കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി അടുത്ത വട്ടം വിളിക്കുമ്പോൾ ഈ ബാക്കിയുള്ള വേക്കൻസിന്റെ ബാക്കി എത്ര വേക്കൻസി ആണ് ഓൾമോസ്റ്റ് ഒരു റഫ്ലി 70,000 വേക്കൻസി ബാക്കി ഉണ്ടായിരിക്കും. അപ്പൊ ആ 70,000 വേക്കൻസി ബാക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക 60,000 വേക്കൻസി ബാക്കി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 1/3 1/4 ആയിരിക്കും ഇനി അടുത്ത തവണ വിളിക്കുന്നത്. മേ ബി ഈ പറഞ്ഞ പോലെ അടുത്ത വട്ടം വേക്കൻസി എന്ന് പറയുന്നത് ഒരു 20,000 അല്ലെങ്കിൽ 18,000 വേക്കൻസി ആയിരിക്കും ചിലപ്പോൾ ഈ അടുത്ത വർഷം വിളിക്കുന്ന സമയത്ത് ഉള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതോറും ആ വേക്കൻസീസ് കുറഞ്ഞും വരിക. സോ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒറ്റയടിക്ക് ഒരു വലിയ വേക്കൻസി ഫില്ല് ചെയ്താൽ പിന്നെ വിളിക്കാൻ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ കുറെ വർഷത്തേക്ക് നമ്മൾ
സാധാരണ പണ്ട് കണ്ടിരുന്ന കണക്ക് 2015 വിളിച്ചു, 2019 വിളിച്ചു, പിന്നെ 2025 വിളിച്ചു. അപ്പൊ ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞായിരിക്കും പിന്നെ വിളിക്കുന്നത്. സോ ഈ ഒരു വേക്കൻസീസ് ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന കാരണമാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഇപ്പം കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത വർഷവും വരും എന്ന് ഉറപ്പിച്ച് നമുക്ക് ഈ കലണ്ടറിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു വേക്കൻസി പക്ഷേ ഇങ്ങനെ നമ്മളോട് പോകുന്നതോറും ഉറപ്പായിട്ടും കുറഞ്ഞു കുറഞ്ഞ് വരും. ഒരു സമയമാകുമ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ SSCയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാറില്ലേ, ഒരു 3000 to 12,000 ഇടയ്ക്കുള്ള വേക്കൻസി. ആ ഒരു വേക്കൻസിയിലേക്ക് അത് ഓൾമോസ്റ്റ് എല്ലാ വർഷത്തേക്കും ആ ഒരു വേക്കൻസിയിലേക്ക് അത് ഒരു എന്താ പറയുക കൺസിസ്റ്റന്റ് ആവുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ പതുക്കെ പതുക്കെ അത് വരും. എനിക്ക് ഉറപ്പായിട്ടും അത് സംഭവിക്കും. ഇപ്പോഴാണ് ഈ 32,000 വേക്കൻസി 22,000 വേക്കൻസി ഒക്കെ വരുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ വേക്കൻസി കുറഞ്ഞ് നമുക്ക് ഏകദേശം ഈ പറഞ്ഞ 10,000 ഇപ്പൊ നമ്മുടെ SSCയുടെ ഒക്കെ MTS വിളിക്കത്തില്ലേ, 10,000 12,000 വേക്കൻസിക്ക് അതേപോലത്തെ ഒരു ആംഗിളിലേക്ക് വന്നിത് ഒരു കൺസിസ്റ്റന്റ് ആംഗിൾ മുമ്പിലോട്ട് കണ്ടിന്യൂ ചെയ്ത് കറക്റ്റായിട്ട് നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്കായിരിക്കും വന്ന് നിൽക്കാൻ പോകുന്നത്. അത് നമുക്ക് അവിടെ ക്ലിയർലി വിസിബിൾ ആണ്. നേരത്തെ പറഞ്ഞ 1/4 കണക്ക് ഇത് 2.5 വർഷം മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അവിടെ തന്നെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22,000 ഓൾ ഇന്ത്യ ആണ്. നമുക്ക് ഓരോ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആ വേക്കൻസീസ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും, ഓരോ സോണിലേക്ക് വരുമ്പോൾ നമുക്ക് അത് 900 അങ്ങനെയൊക്കെ ആയിരിക്കും വേക്കൻസീസ് വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏത് സോൺ ആണോ വേണ്ടത് ആ സോൺ നോക്കിയിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ നോക്കുന്നത് കട്ട് ഓഫോ അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ വേക്കൻസീസ് ഒക്കെ നോക്കിയിട്ടോ പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയിട്ട് ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം. ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 33 ഇയേഴ്സ് ആണ്. അൺറിസർവ്ഡിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 തൊട്ട് 33 വയസ്സ് വരെയാണ് വരുന്നത്. സോ അത്യാവശ്യം ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഏജ് ലിമിറ്റ് നോക്കുന്നതും നമ്മുടെ ജനുവരി 1 വെച്ചാണ്, റെഫറൻസ് വെച്ചുകൊണ്ടാണ് ആ ഡേറ്റ് നോക്കുന്നത്. പിന്നെ കൂടുതൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇനി അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാം ആണ് ഈ ഒരു റെയിൽവേ എക്സാംസിൽ നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അതിന്റെ അത്യാവശ്യം സിംഗിൾ എക്സാം ആണ്, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. എന്നാൽ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു CBT 2 അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് എക്സാം ഒന്നും ഇല്ല. ഇതാണ് വൺ ആൻഡ് ഓൺലി സിംഗിൾ എക്സാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ വരുന്നത് ഫിസിക്കലും മെഡിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമുക്കവിടെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒറ്റ സിംഗിൾ എക്സാം വഴി നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബിലേക്ക് കയറാൻ പറ്റിയ ഒരു എക്സാം കൂടിയാണ് നമ്മുടെ ഈ ഒരു റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അത് നടക്കുന്ന റെയിൽവേ എക്സാംസിൽ ഏറ്റവും എളുപ്പമുള്ള എക്സാം എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. വളരെ ഈസി, വളരെ കുറച്ച് പഠിച്ചാൽ മതി. ഈ വട്ടം നടന്ന നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം അതുകൂടിയാണ്. ദാറ്റ് നമുക്ക് സാധാരണ റെയിൽവേയുടെ ബാക്കിയുള്ള എക്സാംസ് ഇപ്പൊ NTPC എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ലെവലിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല. നമുക്ക് പഠിക്കുന്നതിലും കുറെ കാര്യങ്ങളിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങളൂടി മനസ്സിലാക്കിക്കൊണ്ട് അതുകൂടി ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് മുമ്പിലോട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ 1.5 മണിക്കൂറാണ് സമയം എക്സാം എഴുതാൻ വേണ്ടി. നമുക്ക് 100 ക്വസ്റ്റൻ ആണ് വരുന്നത്. ആൻഡ് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഏരിയ വളരെ കുറച്ചും. ആൻഡ് നമുക്ക് റെയിൽവേയുടെ എക്സാംസ് എടുത്തു കഴിഞ്ഞാലും NTPC എക്സാമിലും ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഒക്കെ തന്നെ സിലബസ് സെയിമാണ്. ജസ്റ്റ് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ NTPC എക്സാം ആണെങ്കിൽ മാത്സ് 30, റീസണിങ് 30, നമ്മുടെ GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എല്ലാം കൂടി 40 എന്നാണ് വരുന്നെങ്കിൽ ഇവിടെ 25, 30, 20 അങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത്. ആ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്താ പറയുക, അടുത്ത വരുന്ന നമുക്ക് ഈ ഒരു എക്സാം നടക്കാനുള്ള ഒരു സാധ്യത എപ്പോഴായിരിക്കും? നമുക്ക് ഈ എക്സാം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞ പോലെ ആ കേസൊക്കെ വന്നുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ ഈ അടുത്ത വട്ടം ഇത്രയും ഡിലേ ആവത്തില്ല. അടുത്ത വട്ടം ഈ ഒരു എക്സാം നടക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം ഈ എക്സാം എപ്പോഴത്തേക്ക് നടക്കാൻ സാധ്യതയുണ്ട്? അടുത്ത വട്ടം ഈ എക്സാം എന്ന് പറയുന്ന ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ഈ വർഷത്തെ കണക്ക് തന്നെ അത് ഇത്രയും ഡിലേ നമ്മുടെ ഇയറിന്റെ എൻഡ് ആവുന്ന വരെ ഡിലേ വരത്തില്ല. ഉറപ്പായിട്ടും എക്സാം നടക്കുകയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് നടക്കാൻ സാധ്യതയുണ്ട്. ഈവൻ അതിനേക്കാളും മുമ്പേയും 1-2 മാസം മുമ്പും നടക്കാൻ സാധ്യതയുണ്ട്. ബട്ട് ചാൻസസ് കുറവാണ്. കൂടുതലും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ അതായിരിക്കും. എന്നുള്ള നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ NTPC എക്സാം നടന്നത് ജൂണിലാണ്. അപ്പൊ ആ ഒരു ജൂൺ കഴിഞ്ഞ പിന്നെ ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു സമയം ആകുമ്പോഴായിരിക്കും നമുക്ക് ഇത് നടക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അടുത്ത വർഷം അതേപോലെ തന്നെ നടക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഡിസംബർ ആണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ നമുക്ക് ഏകദേശം ഒരു 6 തൊട്ട് 7 മാസം ഉണ്ട്. അത്യാവശ്യം ഒരു 5 തൊട്ട് 6 മാസം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ്. അത്യാവശ്യം നേരത്തെ തന്നെ സിലബസ് ഒക്കെ ഒരു 3 മാസം കൊണ്ട് കവർ ചെയ്ത് പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം. ലൈക്ക് റെയിൽവേ എക്സാംസിൽ ഏറ്റവും എളുപ്പം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ഈ ഒരു RRB ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ വേക്കൻസീസും ഇതിൽ വന്ന ചേഞ്ചസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ പോസ്റ്റുകൾക്കാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ്സ് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒറ്റ എക്സാമേ ഉള്ളൂ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത്, പെൻ ആൻഡ് പേപ്പർ അല്ല. ഒറ്റ ഒരു സിംഗിൾ എക്സാമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി എക്സാം പാറ്റേണിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ ഒരു ഏരിയാസ് ആണ് പഠിക്കാനുള്ളത്. നമ്മുടെ സയൻസ്, ജനറൽ
അവയർനെസ്, മാത്സ്, റീസണിങ്. അതിൽ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എഗെയിൻ നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് പഠിക്കാനില്ല. നമുക്ക് ബാക്കിയുള്ള SSC ബാങ്ക് എക്സാംസ് പോലെ ഒന്നും ഇംഗ്ലീഷ് പഠിക്കാനില്ല. നമുക്ക് വളരെ കുറച്ച് ഏരിയാസ് പഠിക്കാനുള്ളത്, മാത്സ്, റീസണിങ്, GS. അതിലും നമുക്ക് ഈ വട്ടം കണ്ട ഒരു ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ വട്ടം കണ്ട ചേഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സയൻസിൽ നിന്ന് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരും ഹിസ്റ്ററി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെയൊക്കെ പൊളിറ്റി, അങ്ങനെയൊക്കെ ഏരിയ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് പോയത്. പക്ഷേ എക്സാമിൽ ചെന്നപ്പോൾ അവർ ചോദിച്ച കറണ്ട് അഫയേഴ്സ് മാത്രമേ ചോദിച്ചോളൂ. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവ് ഉള്ള ഒരു കാര്യം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നിങ്ങൾക്കറിയാം ഹിസ്റ്ററി ഒക്കെ പഠിക്കണമെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ വാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. ജോഗ്രഫി അതുപോലൊക്കെ ഒരുപാട് സമയം, എക്കണോമിക്സ് ഇതൊക്കെ ഒരുപാട് സമയം എടുത്ത് പഠിക്കേണ്ടി വരും. പക്ഷേ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിലും കറണ്ട് അഫയർ പഠിച്ചേ വരത്തുള്ളൂ. നമുക്ക് ഈ പറഞ്ഞ ബാക്കിയുള്ള ഏരിയസ് ചോദിക്കുവാണെങ്കിലും കറണ്ട് അഫയർ ചോദിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കിപ്പം ഈ വട്ടത്തെ എക്സാം കണ്ട് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അവർ എന്ത് ചോദിക്കുന്നില്ല, ഈ പറഞ്ഞ ഏരിയസ് ഒന്നും ചോദിക്കുന്നില്ല, കറണ്ട് അഫയേഴ്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ജനറൽ അവയർസിന്റെ ഏരിയയിലത്ത് ഹിസ്റ്ററിയോ ജോഗ്രഫിയോ പൊളിറ്റിയോ അങ്ങനെയൊക്കെ ഉള്ള ഏരിയസ് ഒന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് മാത്രം. അപ്പം നമ്മുടെ കഴിഞ്ഞ ഒരു 6 തൊട്ട് 1 വർഷത്തെ കറണ്ട് അഫയേഴ്സും നല്ലപോലെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ആ എക്സാംസ് എഴുതാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് അത്യാവശ്യം നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ NTPC എക്സാംസ് ഒക്കെ ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്കിപ്പം NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ NTPC എക്സാമിന് പോയപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ശരിയായില്ലെങ്കിൽ പോലും തൊട്ട് പുറകെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഈ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് വരുന്നുണ്ട്. സോ ആ ഒരു എക്സാംസ് എഴുതിയെടുക്കാം. ഇപ്പം കഴിഞ്ഞ വട്ടം NTPC എക്സാംസ് ശരിക്കും എഴുതാൻ പറ്റാത്തവർ പോലും ഏത് എക്സാം നല്ലപോലെ എഴുതിയിട്ടുണ്ട്, റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് നല്ലപോലെ എഴുതിയിട്ടുണ്ട്. അതിന് അതിൽ വന്ന ചേഞ്ചസ് കൂടി മനസ്സിലായ സ്ഥിതിക്ക് ഇനി അതുകൂടി വെച്ചുകൊണ്ട് അടുത്ത വർഷത്തേക്ക് പഠിക്കാൻ പറ്റും. അവൻ പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുകയല്ല ചെയ്ത് കുറയുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നുള്ള കുറേ ഏരിയസ് നമുക്ക് ഇനി പഠിക്കണ്ട. ഇനി പഠിക്കാനുള്ള ഏരിയസ് മാത്രം എന്ത് ചെയ്താൽ മതി, നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഒരു 70+ സ്കോറിലേക്ക് നിങ്ങൾക്ക് അതിനെ എത്തിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പിന്നെ ഫിസിക്കലൂടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാനും എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് നേരത്തെ ആ ഒരു സിലബസ് കവർ ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ പറഞ്ഞ പോലെ ഇതേപോലത്തെ ഒരു 70+ എന്നുള്ള ടാർഗറ്റ് വെച്ചുകൊണ്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിനെ ആ സ്കോറിനെ വളരെ കൺസിസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കലൂടെ നിങ്ങൾ ഒരു ഫിസിക്കലിന്റെ എക്സാമിന് തൊട്ട് മുമ്പ് പോയി ചെയ്യാതെ ഒരു കുറച്ച് 2 മാസം മുമ്പെങ്കിലും ആ ഫിസിക്കലിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൂടി നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫിസിക്കലായിട്ട് ഭയങ്കര വലിയ ആക്ടിവിറ്റീസ് ഒന്നും വരുന്നില്ല, വളരെ ചെറിയ 2 ആക്ടിവിറ്റിയാണ് വരുന്നത്. ആ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൂടെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ വലിയ പാട് കാണത്തില്ല, വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം എന്താ പറയുക, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി SSC പറയുന്ന ഒരു കാര്യമുണ്ട്. SSC സീജിലൊക്കെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ തവണ സീജിൽ എഴുതിയെടുക്കാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്ന് MTS എഴുതിയെടുത്തിട്ട് എന്നിട്ട് MTS എഴുതിയെടുക്കാം. ഇപ്പോൾ ഒറ്റ സിംഗിൾ എക്സാമേ ഉള്ളൂ, MTS എഴുതിയെടുത്ത് കഴിഞ്ഞാൽ വേക്കൻസിയും കൂടുതലാണ്. എഴുതിയെടുത്ത് ഒന്ന് സേഫ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് കഴിഞ്ഞ് വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന അതിന്റെ അഡ്വാൻസ് എക്സാംസ് എഴുതി സീജിൽ പോലത്തെ എക്സാംസിലേക്ക് നല്ല പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ അതിന്റെ അഡ്വാൻസ് എക്സാംസ് എഴുതുക. അത് ഗവൺമെന്റ് ജോബിൽ ഓൾറെഡി കയറിയിട്ടാണ് അതിന് മേളിലോട്ട് നോക്കുന്നത്. അപ്പോൾ അത് വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതേപോലെ ആണ് ഇവിടെയും നമുക്ക് ഇത് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ എക്സാംസിന്റെ വേക്കൻസി കൂടുതലാണ്, ഇത് ക്ലിയർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ വരുന്ന ഇതിന്റെ അഡ്വാൻസ് എക്സാംസ് ആയ NTPC അല്ലെങ്കിൽ ഈവൻ റെയിൽവേയുടെ JEE പോലത്തെ, ഇപ്പം നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ അതേപോലത്തെ എക്സാംസ് അടക്കം നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം ഫ്യൂച്ചറിൽ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് എഴുതി നിങ്ങൾക്ക് ഈ ലെവൽ 1 പോസ്റ്റിൽ നേരെ ലെവൽ 6 പോസ്റ്റിലേക്ക് മാറുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ JEE എന്നൊക്കെ പറഞ്ഞ ലെവൽ 6 കാറ്റഗറി വരുന്ന പോസ്റ്റ്. അപ്പം നേരെ ലെവൽ 1ൽ കയറി ലെവൽ 1ൽ നേരെയാണ് ലെവൽ 6ലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു പേ സ്കെയിൽ തന്നെ വളരെ ഹ്യൂജ് ആയിട്ട് മാറുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചറിലായാലും സേഫ് ആയിട്ട് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ സേഫ് സോണിൽ എത്തിക്കൊണ്ട് അവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബെറ്റർ എക്സാംസ് എഴുതിയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് എഴുതിയോ മുമ്പിലോട്ട് കയറാനും പോകാനുമുള്ള ഓപ്പർച്യൂണിറ്റിയോടെയാണ് ഇത് നിങ്ങൾക്ക് തരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ ബേസിക് പേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 18,000 റുപ്പീസ് ആണ് അതിന്റെ ഏകദേശം ബേസിക് പേ പറയുന്നത്. പക്ഷേ കൈ കിട്ടുന്നത് 18,000 അല്ല, കൈ കിട്ടുന്ന ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് 27,000 ഒരുപാട് പോസ്റ്റിലുണ്ട്. സോ ചെറിയ വ്യത്യാസം വരും. പക്ഷേ 27,000 to 35,000 ഇടയ്ക്കാണ് നമുക്ക് കൈ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാം അടുത്ത 8th പേ കമ്മീഷൻ വരാൻ പോകും. അപ്പോൾ 8th പേ കമ്മീഷൻ അടുത്ത പേ കമ്മീഷൻ വരുമ്പോഴത്തേന്ന് നിങ്ങൾക്കറിയാം ആ സാലറിയിൽ ഉറപ്പായിട്ട് ഒരു ഇൻക്രീസ് വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് പേ എന്നുള്ളത് ഇപ്പോൾ 18,000 എന്നൊക്കെ ഉള്ള ബേസിക് പേ ഏകദേശം നമുക്ക് കൂടി ഒരു എമൗണ്ടിലേക്ക് പോകും. അപ്പം മേ ബി ഒരു 25,000 to 35,000 ഇടയ്ക്കുള്ള ഒരു എമൗണ്ടിലേക്കായിരിക്കും ബേസിക് പേ പോകുന്നത്. പിന്നെ ബാക്കിയുള്ള അലവൻസുകളിലൂടെയൊക്കെ ചേരുമ്പോഴത്തേന്ന് നമ്മുടെ ഇപ്പം ഈ ഒരു 27 to 35 ഇടയ്ക്കുള്ള സാലറി ഫ്യൂച്ചറിൽ ആകുമ്പോഴത്തേക്കും നമുക്കത് ഏകദേശം എന്ത് പറയാം, ഒരു 40 തൊട്ട് 45 ഇടയ്ക്ക് ആയിരിക്കും കൈ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ആ ഒരു പേ കമ്മീഷൻ കൂടി വന്നു കഴിയുമ്പോൾ. പിന്നെ അത് കൂടാതെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പുതിയ പെൻഷൻ സ്കീം എന്താ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. എന്നാൽ നേരത്തെ NPS ആയിരുന്നു, ഇപ്പോഴത്തെ പുതിയ പെൻഷൻ സ്കീം എന്താ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതേപോലെ തന്നെ
നമ്മുടെ വേക്കൻസിനെ നമ്മൾ നേരത്തെ പറഞ്ഞത് മൊത്തം 14 പോസ്റ്റുകൾക്ക് നേരത്തെ വിളിച്ചത്. ഇപ്പം അതിൽ നിന്ന് 3 പോസ്റ്റുകൾ കുറഞ്ഞ് 11 പോസ്റ്റുകൾക്കാണ് നമുക്ക് വരുന്നത്. ഇതിലും എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഇത് നമുക്ക് റെയിൽവേ എന്ന് പറയുമ്പോൾ ഭയങ്കര മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലേ? അപ്പോൾ ഇവിടെ സ്പെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ പോസ്റ്റിനും ഒരേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഓരോ പോസ്റ്റിനും ഓരോരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ട്രാക്ക് മെയിൻറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. Okay, നമുക്ക് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സ്പെക്സ് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് സ്പെക്സ് ഓക്കെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 22,000 വേക്കൻസിയിൽ 11,000 വേക്കൻസി അത് മാത്രമാണ്. 11,000 വേക്കൻസി അത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി വേക്കൻസി അത് മാത്രമാണ് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പോസ്റ്റ്മാൻ നമുക്കിവിടെ പോയിന്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. പോയിന്റ്സ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിൽ നമുക്ക് വരുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ ഏകദേശം 5,000 വേക്കൻസിയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ സ്പെക്സ് പറ്റാത്ത പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് ഇവിടെ നമുക്ക് സ്പെക്സ് പറ്റത്തില്ല. അവിടെ വേക്കൻസി 600 ഉള്ളൂ. സ്പെക്സ് പറ്റാത്ത പോസ്റ്റിലുണ്ട്. പക്ഷെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ B1 സ്റ്റാൻഡേർഡിൽ വരുന്നത് അവിടെ നമുക്ക് സ്പെക്സ് പറ്റും. അപ്പോൾ പകുതി കൂടുതൽ പോസ്റ്റിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറയാറുണ്ട്, സ്പെക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ടിനുള്ള ആൻസർ കൂടിയാണ് ഇത്. ഇതിനെക്കുറിച്ച് ഫ്യൂച്ചറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതും അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഇപ്പം റീസെന്റ് ഞാൻ ഒരുപാട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാണ്ട് എന്താണ് ഇപ്പോഴത്തെ ഈ പുതിയ പെൻഷൻ സ്കീം എന്നുള്ളത്, UPS എന്നുള്ളത്. അപ്പോൾ UPS ആൻഡ് NPS എന്താ ഈ വ്യത്യാസം എന്ന് ചോദിച്ചാൽ NPS നമ്മുടെ 2004 സ്റ്റാർട്ട് ചെയ്തത്. 2004 തൊട്ടുള്ള എംപ്ലോയീസിനാണ് NPS കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് നമുക്ക് 2024 ഈ UPS അപ്രൂവ് ആവുന്നതും 2025 ഓഗസ്റ്റ് തൊട്ടാണ് നമ്മുടെ ഈ പറയുന്ന UPS നമ്മുടെ യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന പുതിയ പെൻഷൻ സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ വായിച്ച് നോക്കാം. എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ അവിടെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഈ പറയുന്ന പുതിയ പെൻഷൻ സ്കീം കൊണ്ടുവന്നത് ഇപ്പൊ പഴയ NPS ഉള്ള ആൾക്കാർക്കും ഈ പുതിയ പെൻഷൻ സ്കീമിലേക്ക് മാറാനുള്ള ഒരു ഡെഡ് ലൈൻ അവർ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ NPS അത്രയും പോപ്പുലർ അല്ലായിരുന്നു. അത് പോപ്പുലർ അല്ലാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പെൻഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ കുറച്ചുകൂടി മാർക്കറ്റ് ലിങ്ക്ഡ്. അപ്പൊ അവിടെ റിസ്ക് കൂടുതലാണ്. അപ്പൊ അത് അത്രയും പോപ്പുലർ അല്ലായിരുന്നു എംപ്ലോയീസിന്റെ ഇടയ്ക്ക്. സോ അത് ആ ഒരു ഇഷ്യൂ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ നമുക്ക് നേരത്തെ OPS ഉണ്ട്, ഓൾഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയാ അത് ഈ പറഞ്ഞ OPS എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് ആയിരുന്നെങ്കിലും അത് കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റബിൾ ആയിരുന്നു. എമൗണ്ട് എന്ത് വരും എന്നുള്ളതും അത് ഒരു എന്താ പറയാ റിസ്ക് ഒന്നും ഇല്ലാത്ത പ്രഡിക്റ്റബിൾ എമൗണ്ട് ആയിരുന്നു. ഒരു കറക്റ്റ് കൺസിസ്റ്റന്റ് എമൗണ്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ NPS എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്കീമാണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ അവിടെ റിസ്ക് വളരെ കൂടുതലാണ്. നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് റിട്ടേൺസിന്റെ മേളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അത് നേരത്തെ മാർക്കറ്റ് ലിങ്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ റിസ്ക് വളരെ കൂടുതലായിരുന്നു. ഇപ്പം നമുക്ക് ഈ പറയുന്ന റിസ്ക് മാറ്റിയിട്ട് എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് ആയിരിക്കും. ആൻഡ് നമ്മുടെ ഈ പറയുന്ന റിട്ടയർമെന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ആൻഡ് പ്രഡിക്റ്റബിൾ ആയിരിക്കും. ലൈക്ക് ഒരു എമൗണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് വരും. അതെന്ന് പറയുന്നതും ഈ പറയുന്ന എന്താ UPSന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ നമ്മൾ ഈ പറയുന്ന പെൻഷൻ ആവുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ ലാസ്റ്റ് വിഡ്രോൺ സാലറി എത്രയാണോ അതിന്റെ 50% ആണ് നമുക്ക് നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ നമ്മുടെ പെൻഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. UPSന്റെ സ്കീമിന്റെ അണ്ടറിൽ പെൻഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ അത് ഉറപ്പ് തരുന്ന ഒരു എമൗണ്ട് ആണ്. ലൈക്ക് 50% ഓഫ് ദ ലാസ്റ്റ് വിഡ്രോൺ ബേസിക് പേ എന്നുള്ളത് അത് ഉറപ്പ് വരുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ടാണ് UPS ഇപ്പം കുറച്ചുകൂടി പോപ്പുലറും ആൻഡ് UPS പുതിയ പെൻഷൻ സ്കീമാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ള പുതിയ പെൻഷൻ സ്കീമാണെന്ന് പറഞ്ഞത്. അപ്പോൾ എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന 100 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. 100 മാർക്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ടാർഗറ്റ് ആയ 70+ എന്നൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കറിയാം മാത്സും റീസണിംഗ് ഒക്കെ നമുക്ക് ടോപ്പിക്സ് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഒരുപാട് പേർക്ക് സയൻസിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നുള്ള ആ ഒരു ഏരിയ നമുക്കറിയാം. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് അതും കുറച്ചുകൂടി ക്ലിയർ ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സ് ആണ് ആ 20 മാർക്കിൽ നമുക്ക് ചോദിക്കുന്നത്. പഴയ പോലെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയാസ് ഒന്നും ചോദിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഈ ഒരു സിംഗിൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിലിനും ഫീമെയിലും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് വരുമ്പോൾ 35 kg എടുത്ത് നമുക്ക് 100 മീറ്റർ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഒറ്റ ഒരു സിംഗിൾ ചാൻസിൽ നമുക്ക് കൊണ്ടുപോകണം. അത് താഴെ വെക്കാതെ. അതാണ് അവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്ന ഫിസിക്കൽ ടെസ്റ്റിലെ ഒന്ന്. രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. ഓടണം. ലൈക്ക് റേസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ഫിസിക്കൽ വരുന്നത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിൽ വന്ന 20 കിലോ
100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് താഴെ വെക്കാതെ ഒറ്റ ചാൻസിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യണം. അതേപോലെ തന്നെ റേസ് അല്ലെങ്കിൽ ആ ഒരു റണ്ണിങ് വരുന്നത് നിങ്ങൾക്ക് 1 കിലോമീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡാണ് ഫീമെയിലിന് വരുന്ന ഒരു സിംഗിൾ ചാൻസിൽ ഫീമെയിലിന് വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് അവിടെ പിന്നെ വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ എക്സാമിന്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ ജനുവരിയിൽ വരും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജനുവരി 20 അടുപ്പിച്ചുള്ള ഡേറ്റ് അടുപ്പിച്ച് അതിന്റെ രജിസ്ട്രേഷൻ തൊട്ട് മുമ്പായിരിക്കും വരുന്നത്. സോ അത് വരുന്ന സമയത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കല്ല. ബിക്കോസ് നമ്മൾ ആലോചിച്ചോണം, നമ്മുടെ ഒരു 30 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോബിൽ സാലറി എന്ന് പറഞ്ഞാൽ ഒരു 3000 ഒക്കെ ആയിരുന്നു. ഇപ്പം ആ സാലറി എന്ന് പറയുന്ന എന്താ പറയുക, ഒരു 30 ഇയേഴ്സ് ഇപ്പം വരുമ്പം നമുക്ക് എന്താ പറയുക 2025 ആകുമ്പോൾ നമുക്ക് ആ സാലറി എന്ന് പറയുന്നത് 30,000 to 40,000, ഓൾമോസ്റ്റ് ഒരു 10 ടൈംസ് ഇൻക്രീസ് ആണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇനി ഒരു 30 വർഷം കഴിയുമ്പോൾ ആ സാലറി എന്ന് പറയുന്നത് ഏകദേശം ഇതിനേക്കാളും കൂടുതലായിരിക്കും. ഈ 10 ടൈംസ് ഇൻക്രീസിനേക്കാളും കൂടുതലായിരിക്കും. എന്നാൽ ഇപ്പൊ നമുക്ക് ആ ഇൻക്രീസ് വരുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. സോ അതുകൊണ്ട് അപ്പം നിങ്ങളൊന്ന് വിചാരിച്ചോ, 30,000 10 ടൈംസ് ഇൻക്രീസ് എന്നൊക്കെ പറയുമ്പോൾ ലാക്സിലായിരിക്കും ആ സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ചെറിയ പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഗവൺമെന്റ് ജോബ് ആണ്. അപ്പൊ അത് തരുന്ന ഒരു സേഫ് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു സംഭവമുണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. ഈ കാര്യം ഇതിൽ വരുന്ന ഒരു ഇൻക്രീസ് പഴയ പോലെ അല്ല, വളരെ എന്താ പറയാ, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ്. ഈ പേ സ്കെയിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വരുന്നത്. പിന്നെ ബെറ്റർ പെൻഷൻ സ്കീംസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സോ ഒരു ലോങ് ടേം വളരെ സേഫ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ്. പിന്നെ നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഗ്രൂപ്പ് ഡി കയറിയിട്ട് ഗ്രൂപ്പ് ഡി ഭയങ്കര പാടുള്ള ജോലി അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചില ജോലികൾ ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട് ആണ്, അത്ര ഈസി അല്ല. ചിലത് നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഉള്ള എന്താ പറയുക ജോബ്സും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം ട്രാക്ക് മെയിൻ്റെനൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചധികം ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരുന്ന ജോലിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഇതിൽ കയറി ഇതിൽ തന്നെ ഇരിക്കണം ലോങ് ടൈം ലൈഫ് ടൈം എന്ന് അല്ല ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി സേഫ് ആയിട്ട് മേലോട്ടുള്ള പോസ്റ്റ് നെയിം ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന് ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. വളരെ വലിയ വേക്കൻസി, നിങ്ങൾക്ക് കയറി ഒരു സേഫ് എമൗണ്ടിൽ സാലറിയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക. ഇനി ഡിലേ വരാതെ. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ നിങ്ങൾക്ക് ഇതിന്റെ വേണ്ടി കോഴ്സസിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714747666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് റെയിൽവേയുടെ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുതിയ വർഷം നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങൾ എല്ലാവരും വിഷ് ചെയ്യുന്നു. ഫ്യൂച്ചറിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനലും ഫോളോ ചെയ്യുക, ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്